എന്തായിരുന്നാലും ഹൃദയം വന്നതിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അഗസ്റ്റായിൽ വർഷങ്ങൾ 38 വർഷത്തോളമായിട്ട് അഗസ്റ്റായി താമസിക്കുകയാണ്. അദ്ദേഹം ഒരു വെറ്ററിനറി ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ തന്നെ അറ്റ്ലാന്റയിൽ അവിടെയുള്ള പള്ളിയിലൊക്കെ എന്നെ ഓർത്തഡോക്സ് ചർച്ചിനെ കൊണ്ടുപോയി അവിടുത്തെ കുടുംബ സംഘമൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. ഒട്ടനവധി എൻ്റെ സഹോദരങ്ങളുടെ വീടുകളിൽ പോയി കാണാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടി. ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടേ, ഇത്രയും നല്ലൊരു നാട് ജീവിതത്തിൽ ഞാൻ ജപ്പാൻ മുതൽ മിക്കവാറുള്ള രാജ്യങ്ങളെല്ലാം കറങ്ങിയടിച്ച ഒരു വ്യക്തിയാണ്, ഷൂട്ടിങ്ങിനും മറ്റുമായിട്ട്. ഇത്രയും മനോഹരമായിട്ട് തേനും പാലും ഒഴുകുന്ന ഒരു നാട് ഞാൻ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല. അത്ര മനോഹരമായ ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇവിടെ വരുവാനും നിങ്ങൾക്കറിയാം നല്ലൊരു ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം തമ്മിലാണ് തന്നത്. അതിൽ ഞാൻ ഭയങ്കര എനിക്ക് വലിയ സന്തോഷമാണ്. മിക്കവാറുള്ള വീടുകളെല്ലാം നമ്മുടെ സഹോദരങ്ങളുടെ വീടുകൾ, എന്തോ വീടുകളൊക്കെ അടിപൊളി വീടുകളും കാറുകളൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ BMW എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ല, കണ്ടിട്ട് പോലുമില്ല. ഒരു ടൊയോട്ട വണ്ടി കാണുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങി നോക്കി നിൽക്കും. എത്ര കണ്ടാലും മതിയാവില്ല. ഫ്ലൈറ്റും കാറുകളും വലിയ ഹരമാണ്. അന്നും ഇന്നും എനിക്ക് ഹരമാണ്. ഇതെല്ലാവരുടെയും വീട്ടിൽ ബെൻസും എൻ്റെ ചേട്ടനോടിച്ച് നടക്കുന്നത് ലെക്സസും ഒരു സ്മാർട്ട് കാറും അങ്ങനെ എല്ലാവർക്കും എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ കസിൻസ് നിറയെ വന്നിട്ടുണ്ട് പള്ളിയിൽ. അവരുടെ എല്ലാ വീട്ടുകാരും എന്നെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇപ്പൊ BMW നടന്നതൊക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ BMW ഫുൾ ഫോം ചോദിച്ചാൽ പറയുന്നവരെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ. ഇതെന്താണ്? തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. സൂക്ഷ്മമായിട്ട് ഞാൻ ദേശത്തിന്റെ ജീവിതം കണ്ടപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കേരളത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാരോട് അധ്വാനിച്ചിട്ടുണ്ട്. അതെവിടെയാണെങ്കിലും അധ്വാനിച്ചു പോകും. പക്ഷെ അതിനറിഞ്ഞ് തമ്പുരാൻ ഫലം തന്നിട്ടുണ്ട്. ഇത്ര മനോഹരമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കെല്ലാം തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് ഓർത്തും മനസ്സോടും സന്തോഷിച്ചുകൊണ്ടും ഞാൻ അറിയാതെ ഞാൻ സങ്കീർത്തനം കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മുടെ ദാവീദിന് തമ്പുരാൻ കിന്നരം വായിച്ച് ദാവീദ് പാടിയ തന്ത്രനാദത്തോടുകൂടി പാടിയ പല രാഗങ്ങളിലാണ് അന്നത്തെ കാലത്ത് ദാവീദ് പാടിയത്. അത് വേറെ എഴുതിയിട്ടുണ്ട്. ഇന്ന നാദം ഓരോ രാഗങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സങ്കീർത്തനത്തിന് അറിയാതെ ഓർമ്മ വന്നു. ഇത്രയും നന്മ കണ്ടപ്പോൾ അത് നമ്മുടെ 116-ന്റെ 12-ാം വാക്യം എന്റെ ഹൃദയം അന്ന് ഭയങ്കരമായിട്ട് സ്പർശിച്ചത്. എന്താണത്? അവൻ എനിക്ക് തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ എങ്ങനെ പകരം കൊടുത്തു? അവൻ എനിക്ക് ചെയ്തു തന്ന അവൻ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുത്തു? എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ചെയ്തു അതിമനോഹരമായ ജീവിത ശൈലിക്കും ആരോഗ്യത്തിനും നല്ല ജോലിക്കും എല്ലാവർക്കും നല്ല ശമ്പളക്കാരാണ് എല്ലാവരും. എനിക്ക് വലിയ സന്തോഷമായി. സിനിമാക്കാരായ ഞങ്ങൾക്കും മലയാളത്തിൽ കേരളത്തിലും ചിന്തിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത നിലവാരം വളർത്താൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അത്ര മനോഹരമായ ജീവിത ശൈലി, വൃത്തിയുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന് എന്താണ് ഉത്തരം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്? സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? 103-ന്റെ 1, 2, 3 മാത്രം എടുത്താട്ടെ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ആദ്യം പറഞ്ഞത് നമുക്ക് ചെയ്യണ്ടേ? എങ്ങനെയാ നമ്മൾ വാഴ്ത്തുന്നത്? എങ്ങനെ തപ്പും വീഴയും എല്ലാം കൈയടിച്ച് കൊട്ടി പാടണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമുക്ക് ആ ഒരു സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് എങ്കിൽ പോലും നമുക്കെല്ലാം ഒന്നിച്ച് ഇത്രയും വലിയ നന്മ തന്നത് ഞാൻ ആദ്യം കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് വികാരഭരിതമായിട്ട് ഞാൻ സംസാരിക്കുന്നതിനോട് ക്ഷമിക്കണം. ആദ്യമായിട്ട് അങ്ങനെ അമേരിക്ക വരുന്നു. നമുക്കെല്ലാം കൂടെ ഒരു നന്ദിയോടുകൂടി പാടും. നന്ദി കൊണ്ടെന്റെ എന്ന് മനോഹരമായിരിക്കുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അതെന്താണ് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഇത്രയും നന്മ തമ്പുരാൻ തന്നു. തമ്പുരാനെ സ്തുതിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ച് പുകഴ്ത്തണം. അത് മസ്റ്റാണ്. നമ്മുടെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ഇത്രയും ശുശ്രൂഷക്കാർ കുഞ്ഞുങ്ങളെ കാണുന്നതിന് എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ കേരളത്തിൽ പോയി ഇത്രയും കുഞ്ഞുങ്ങൾ വരികയായി നിന്ന് ശുശ്രൂഷക്കാരായിട്ട് ഇപ്പൊ കിട്ടാൻ പ്രയാസം. ഒന്നാമത് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറവാണ് കേരളത്തിൽ. എല്ലാവരും 1, 2 പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയല്ലേ. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന എല്ലാ പള്ളികളിലും പറയും
മിനിമം 5 കുഞ്ഞുങ്ങളൊന്നും കാണാം. അല്ലെങ്കിൽ കുർബാന കാണാൻ ഈ കുഞ്ഞുങ്ങളാരും ഉണ്ടാവില്ല. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. 2 സൈഡിൽ പോലെ സെക്രട്ടറിമാരും പിടികത്തികളുണ്ട്. പല പള്ളികളിലും കുഞ്ഞുങ്ങളില്ല. എന്താ കാരണം? തലമുറയില്ല. നമുക്ക് പഴയകാല അന്നത്തെ ഗവൺമെന്റ് പോളിസി മാത്രമൊക്കെ ആയതുകൊണ്ടാണ് പറ്റിയത്. അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾ തലമുറ നിറയെ ഞങ്ങളുടെ 7 മക്കളായിരുന്നു വീട്ടില്. അപ്പച്ചൊരു ഹെഡ് മാസ്റ്റർ, അമ്മ ടീച്ചർ, അച്ഛനിപ്പോ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. ഞങ്ങളുടെ മാതൃക ഒരു അപ്പച്ചനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ അപ്പച്ചൻ ജോർജ് സാറ്. തുമ്പോൻ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ എവിടെയൊക്കെ ജോർജ് സാർ പ്രസംഗിക്കുന്നതിന് ആ പ്രസംഗം കേൾക്കാൻ പോകും. അതിപ്പോ വാചാലതയൊക്കെ കിട്ടിയത് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ നന്മയുള്ള നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ചാണ് ഈ പ്രസംഗിക്കാനൊക്കെയുള്ള അപ്പച്ചാതിന് കിട്ടിയത്. ഓർത്തു പോവുകയാണ്. പിന്നെ ഒരു കാര്യം ഇപ്പൊ തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ നമ്മൾ കൊച്ചമ്മേന്ന് വിളിക്കുന്ന ഭാര്യ, അച്ഛന്റെ പ്രിയപ്പെട്ട പത്നി കുമാരി എന്റെ കൂടെ ഒരേ ഞങ്ങൾ 3 വർഷം ഒരേ കോളേജില് കുമാരി ബോട്ടണി ഞാൻ സുവോളജി എടുത്താണ് പഠിച്ചത്. അന്നും അറിയാം കുമാരിയുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് അച്ഛനെ അന്ന് വിളിച്ചോടുന്ന രാജായിരുന്ന നല്ല വെളുത്ത വൈറ്റ് ആൻഡ് വൈറ്റ് ഞാൻ ധരിക്കുകയുള്ളൂ. ഒരു ഉറുമ്പനെ പോലും ചവിട്ടിക്കൊല്ലാതാണ് അച്ഛൻ കോളേജിലേക്ക് പോയിക്കൊണ്ടത്. എന്റെ സീനിയറായിട്ടാണ് അച്ഛൻ പഠിച്ചത്. വലിയ കുടുംബ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ പള്ളിയിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള വേറൊരു കാര്യം, അതല്ലാതെ പള്ളിയിൽ ഞാൻ നോട്ട് ചെയ്തു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വർഷം വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂട്ടായ്മ വേറൊരു സമൂഹത്തിലും കാണില്ല. അല്ലാതെ കണ്ടു. ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. എന്റെ അപ്പച്ചന്റെ പെങ്ങളുടെ ഒരു മകൾ 12 വർഷം മുമ്പ് അമേരിക്ക വന്ന് ജോലിയായിട്ട് വന്നതാണ്. സാറാമ്മ ജോർജ് എന്ന പേര്. എന്റെ അമ്മാമ്മ എല്ലാവരെയും 2 സൈഡിൽ കൂടെ എല്ലാവരെയും കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. അമ്മാമ്മയുടെ ആങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞാനും എന്റെ ഈ സഹോദരനോട് തമ്പി എല്ലാം ഉണ്ട്. തമ്പിയുടെ മോനാണ് ശുശ്രൂഷക്കാരനായിട്ട് നിന്നത്. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മകനാണ് നമ്മുടെ ഷാജിമോനാണ് പള്ളിയിൽ നിന്ന് ശുശ്രൂഷയിലുണ്ട്. എല്ലാവരുടെയും വീട്ടുകളിൽ ഞാൻ പോയി താമസിച്ചു. ഞാൻ അനുഭവിച്ചു. കണ്ടവർക്ക് വലിയ സന്തോഷമായി. അത് കണ്ടപ്പോൾ എന്റെ മനസ്സൊരു കാര്യം പറഞ്ഞു. അതിന് അപ്പോഴും ഞാൻ സങ്കീർത്തനത്തിലേക്ക് പോയി. എങ്ങോട്ടാ പോയത്? ആ സങ്കീർത്തനം ഏതാണ്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ പറയും. 133 സങ്കീർത്തനം കുഞ്ഞുങ്ങൾ പറയാമോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ? 100 കൊച്ചു സങ്കീർത്തനമാണ്. 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യമഞ്ഞ പോലെയും ആകുന്നു. അവിടെയുള്ള യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ കൂട്ടായ്മ ഒരമ്മ പ്രസവിച്ച മക്കളൊന്നുമില്ല. ഇപ്പൊ ഇത് വലിയ കൂട്ടായ്മ. നമ്മുടെ പള്ളിയിലെ ഈ കൂട്ടായ്മ 133 സങ്കീർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, കൊച്ചു കുഞ്ഞുങ്ങളോട്, പ്രായമായവർക്ക് വേണ്ടി അല്ലേ, നിങ്ങളുടെ അറിവും വിവരവും വിദ്യാഭ്യാസമുള്ളവരോട് ഞാൻ ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അഹറോന്റെ തലയിലൊഴിച്ച തൈലത്തിന് എന്തോ പ്രത്യേകത. നിങ്ങൾ ഒത്തൊരുമിച്ച് വസിച്ചാൽ അഹറോന്റെ തലയിലെ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ. എന്താണ് അതിന്റെ പ്രത്യേകത? ഹെർമോന്യ മഞ്ഞിന് എന്തോ പ്രത്യേകത. ഇത് ഞാൻ ഒരു അച്ഛന്റെ സഹായത്തോടു കൂടി റിസർച്ച് ചെയ്യുന്ന മാതിരി ചെയ്ത് കണ്ടുപിടിച്ചതാണിത്. അഹറോന്റെ തലയിലെ തൈലം പഴയ കാലങ്ങളിൽ ഈ തൈലം വെക്കുക എന്നുള്ള വലിയൊരു ഘടകമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചില ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി കാണും. ആ അമ്മച്ചിക്ക് ഒരേ ഒരു മകനെ കാണും. ആ മകൻ കള്ളുകൂടിയനുമായിരിക്കും. അവൻ വീട് നോക്കുക, അമ്മച്ചിയെ നോക്കുക. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അമ്മച്ചി വേദന പറയുന്നത്, എന്റെ പൊന്നു മക്കളുടെ തലയിൽ ഉച്ചിയിൽ എണ്ണ വെച്ചിട്ടിപ്പം വർഷങ്ങളായിട്ട് മക്കളെ എന്റെ മോനൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തലയിൽ എണ്ണ വെക്കുക എന്ന് പറഞ്ഞ വലിയൊരു ഘടകമോ പഴയ കാലമാണ്. മഹാപുരോഹിതനായ അഹറോന്റെ തലയിൽ വെച്ച തൈലം, അതിന്റെ മഹത്വം എന്താണ്? അഹറോനെ ഈ തൈലമെടുത്ത് ഉച്ചിക്ക് വെച്ചാൽ ഒലിച്ചിറങ്ങി താടിയിൽ കൂടെ ഇറങ്ങി കിട്ടുന്ന ലോഹയുടെ സൈഡിലെ ഫ്രില്ല്, ആ ഫ്രില്ലിൽ കൂടെ ഒലിച്ചിറങ്ങി പോകുമ്പോൾ ഒരു തുള്ളി ഒലിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു മണം അങ്ങോട്ട് പടരും. അങ്ങോട്ട് ആ നാട് മൊത്തം അറിയും അഹറോ തലയിൽ എണ്ണ വെച്ചുള്ളത്. സഹോദരന്മാരെ നമ്മൾ ഒത്തൊരുമിച്ച് വസിച്ചാൽ വഴക്കും മലൊന്നും ഇല്ലാതെ എന്നെ ഇത് പറയുമ്പോൾ 4 ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ ദയവായിട്ട്. സഭയ്ക്കുള്ളിൽ പുള്ളിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളോട് ചോദിക്കല്ലേ ദയവായിട്ട്. ഞാൻ വന്നത് അതിനു വേണ്ടിയാണ്. എനിക്ക് നിങ്ങളെ കാണണം, സ്നേഹം പങ്കുവെച്ചിട്ട് വരാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിച്ചാൽ അഹറോന്റെ തൈലം പോലെയും സിയോൻ പർവ്വതത്തിലെ മഞ്ഞിന് എന്തുകൊണ്ട് ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞില്ല? അവിടെ മഞ്ഞ് പൊഴിയുന്നുണ്ട്. എന്താണ് ഈ സിയോൻ? യേശുദാസിന്റെ പർവ്വതമായ സിയോൻ പർവ്വതത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഹെർമോന്യ മഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണമത്. ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്.